Namaste my dear friends, welcome to the new video of Bhutan, the land of happiness part 4. രാവിലെ പുനാഖയിൽ നിന്നും പാറോയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ഡോചുല പാസ് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോചുല പാസ് എന്ന് പറയുന്നത് ചുറ്റും മൗണ്ടൻസ്, ഹിമാലയ മൗണ്ടൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ രാവിലെ ആണ്ട് വലിയ മഞ്ഞില്ല, എന്നാലും തണുപ്പുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് നമ്മൾ കയറി പോകുമ്പോഴാണ് ഏറ്റവും മുകളിൽ നിന്ന് വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഇത് എന്ന് പറയുന്നത് 108 സ്തൂപാസ് ആണ് അവിടെ ഉള്ളത്. അതായത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഭൂട്ടാനീസ് സോൾജേഴ്സ് അവരെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്വീൻ മദർ 108 സ്തൂപാസ് അവിടെ സ്ഥാപിച്ചു 2003. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. 108 സ്തൂപാസ് അവിടെ ഉണ്ട്, നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ചുറ്റും അത് മാത്രമാണ് ഇവിടെ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നും. നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഭൂട്ടാനീസ് എന്തോ പ്രത്യേക ഫെസ്റ്റിവൽ അവിടെ നടക്കുമായിരുന്നു. നമ്മൾ അത് കാണാൻ വേണ്ടി അതിൻ്റെ എൻട്രിയിലോട്ടാണ് പോകുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഡാൻസ് ഫോം നമുക്ക് കാണാൻ പറ്റിയത്. ചാം ഡാൻസ് എന്നാണ് ഇത് പറയുന്നത്. ട്രഡീഷണൽ ഒരു ഡാൻസ് ഫോമാണ് ഭൂട്ടാനിലെ. ഒരു ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് ഡാൻസ് അല്ല, ഇങ്ങനെ കറങ്ങി കറങ്ങി ഉള്ള സ്റ്റെപ്സൊക്കെയാണ്. ഒരു കുറേ നേരം ഉണ്ടായിരുന്നു ഡാൻസ്, ഒരു 1 hour ഉണ്ടായിരുന്നു. കുറേ ആദ്യം ഗ്രൂപ്പായിട്ടായിരുന്നു, പിന്നെ പെയറായിട്ട് വന്നിങ്ങനെ പെർഫോം ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടായിരുന്നു ഈ ഡാൻസ്. ഒത്തിരി ആൾക്കാർ ഇത് കാണാനുണ്ടായിരുന്നു. അവരൊക്കെ ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ മാറ്റൊക്കെ വിളിച്ച് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇതൊക്കെ കാണാം. നല്ല രസമായിരുന്നു ആ കാഴ്ചയൊക്കെ കാണാൻ. ഇവർ പെർഫോം ചെയ്യുന്നത് ഭൂട്ടാൻ കിങ് ക്വീനിൻ്റെ ഒക്കെ മുമ്പിലാണ്. പാലസിലുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അലൗഡല്ല, ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. ഈ കാണുന്നൊക്കെ ഈ ജോക്കറിനെ പോലെയുള്ള ആൾക്കാർ, നമ്മൾ സർക്കസിലൊക്കെ ഇവിടെ കാണുന്ന പോലെ ഇവരിങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കും. ഇങ്ങനെ ഫണ്ണി സ്റ്റെപ്സും കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ലാംഗ്വേജിൽ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 1 മണിക്കൂറോളം ഇവരുടെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിയാറാവുമ്പോൾ ഇവരൊക്കെ സൈഡിൽ ഒരു ലൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ നിന്നിട്ട് അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് വന്ന് സെൻറ്ററിൽ വന്ന് പെർഫോം ചെയ്യും, എന്നിട്ട് എക്സിറ്റ് ചെയ്യും. അതായിരുന്നു ഇതിൻ്റെ എൻഡ്. ഈ ഡാൻസിൻ്റെ ലാസ്റ്റ് അങ്ങനെയായിരുന്നു. കണ്ടോ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരും. ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഭൂട്ടാനീസ് വേറൊരു ഫോക്ക് ഡാൻസ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഇവിടുത്തെ ഈ പെർഫോം ചെയ്യുന്നവർക്ക് അവരുടെ ഭൂട്ടാൻ്റെ ട്രഡീഷണൽ ഡ്രസ്സായ ഖോ ആൻഡ് കിര എന്നാണ് സ്ത്രീകൾ ധരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ പേര്. നമ്മളൊക്കെ അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അത് അവർ റെൻറ്റിനിങ്ങനെ തരുമായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു അവരുടെ, ഒരു പ്രത്യേക തരമായിരുന്നു. അങ്ങനെ നമ്മുടെ ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് ചെലേല പാസിലേക്കാണ്. പാരോ പോകുന്ന വഴി തന്നെയാണ് ഈ ചെലേല പാസ് വരുന്നത്. ഇവിടുന്ന് യാത്രയായി ചെലേല പാസ് നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ പോയ ടൈം. കുറച്ച് നമ്മളിങ്ങനെ മേലോട്ടൊരു കയറ്റം കാരണം അവിടെ ആക്ച്വലി മോട്ടോർ സൈക്കിളൊക്കെ പോകാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. കുറച്ച് മഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ പ്രെയർ ഫ്ലാഗ്സ് എന്നാണ് പറയുന്നത്. അവിടെ ഈ പോകുന്ന വഴി എല്ലാം ഈ പ്രെയർ ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടുന്നും നല്ല വ്യൂ ആണ്. എവിടെ നോക്കിയാലും വ്യൂ ആണ് ഇവിടെ. ഇതിവിടെ ഈ മഞ്ഞ് കാരണം നമ്മുടെ ഷൂസൊക്കെ ഭയങ്കര സ്ലിപ്പായിട്ട് പോകുന്നുണ്ട്. എത്ര ഗ്രിപ്പുള്ള ഷൂസ് ആണെങ്കിലും 2-3 പേരൊക്കെ അവിടെ വീഴുകയും ചെയ്തു. പക്ഷേ നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല രസമായിരുന്നു. ഈ ഫ്ലാഗ്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും നല്ല ഭംഗിയായിരുന്നു കാറ്റത്തൊക്കെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ബെല്ലൊക്കെ കാണാൻ പറ്റിയത്, പ്രെയർ ബെല്ലൊക്കെ. ഇവിടെ ഒരു ചെറിയൊരു അരുവി പോലെയൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഈ അരുവിയിൽ നിന്ന്
അല്ല, അവിടുന്ന് വരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ജസ്റ്റ് വെറുതെ ഒന്ന് കൈ കാണിച്ചുള്ള കൈ അപ്പോഴത്തേക്കും മരവിച്ചായിരുന്നു, അത്ര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, ഇന്നിപ്പോൾ വേറെ ഒന്നുമില്ലായിരുന്നു, ഡോചുല പാസും ചെലേല പാസും ആയിരുന്നു കണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടൽ രത്നബര പാറോയിലുള്ള അവിടെയായിരുന്നു സ്റ്റേ. അപ്പോൾ നാളെ വേറൊരു ട്രക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.